എസ്തേർ! എല്ലാവരും അവളുടെ മുഖത്തേക്ക് വിശ്വാസം വരാതെ നോക്കി. ജോഷുവ അവൾക്ക് മുന്നിൽ മുട്ടുകുത്തി നിന്നു. അതുകൊണ്ട് സാത്താൻ സേവകരെല്ലാം അവൾക്ക് മുന്നിൽ മുട്ടുകുത്തി നിന്നു. ഞങ്ങളുടെ രാജ്ഞിക്ക് സ്വാഗതം, ജോഷുവ പറഞ്ഞു. എസ്തേറിന്റെ മുഖത്ത് ഒരു ചിരി വിടർന്നു. അവൾ നഥാനെയും ക്യാദറിനെ നോക്കി. നമ്മുടെ രാജ്ഞി വന്നിരിക്കുന്നു! ബലി സ്വയം ഏറ്റെടുക്കാൻ നമ്മുടെ രാജ്ഞി വന്നിരിക്കുന്നു! ജോഷുവ തന്റെ അനുയായികളെ നോക്കി. എല്ലാവരും എഴുന്നേറ്റു. അവിടുത്തെ രക്തം വീണ ഈ മണ്ണിൽ ഈ വിശുദ്ധ ഏഥന്റെ രക്തം വീഴ്ത്തി അവിടുത്തോടുള്ള ആരാധന ഞങ്ങൾ അറിയിക്കുന്നു. അവന്റെ തല ആ ബലിപീഠത്തിലേക്ക് അമർത്തി വെക്കൂ പോൾ, ജോഷുവ പറഞ്ഞത് അയാൾ അനുസരിച്ചു. വേണ്ട, ക്യാതറിൻ കരഞ്ഞു. ജോഷുവ വാളെടുത്ത് ഉയർത്തിയതും എസ്തേർ അവന്റെ കൈപിടിച്ച് വാൾ വാങ്ങിച്ചു. ഈ ബലി നീയല്ല അർപ്പിക്കേണ്ടത്. അവൾ ജോഷുവയെ നോക്കി. അവനൊന്നും മനസ്സിലായില്ല. ഏത്തനെ ബലി കൊടുക്കാൻ ഞാൻ അനുവദിക്കില്ല ജോഷ. അവിടുന്ന് എന്താണ് ഈ പറയുന്നത്? ഇവന്റെ രക്തം സാത്താന് ബലി കൊടുത്താൽ നമ്മുടെ വംശത്തിനുണ്ടാകാൻ പോകുന്ന നേട്ടം അവിടത്തേക്ക് ഞാൻ പറഞ്ഞു തരണോ? പിന്നെ നമ്മൾ ഈ ലോകം ഭരിക്കും. എവിടെയും സാത്താന്റെ ലോകം മാത്രം. നീ ഏതു വഴിയിലൂടെയും അത് നേടിക്കോളൂ, പക്ഷേ ഈ ബലി ഞാൻ അനുവദിക്കില്ല. എസ്തേറിന്റെ കണ്ണുകൾ തിളങ്ങി. അവൾ ക്യാതറിന്റെ അടുത്തേക്ക് ചെന്നു. നിന്നിൽ ഞാൻ എന്നെ കാണുന്നു കേറ്റ്. നീ നിന്റെ ഏഥനെ സ്നേഹിച്ചതുപോലെ ഞാൻ എൻ്റെ ഏഥനെ സ്നേഹിച്ചിരുന്നു. പക്ഷേ എനിക്ക് ജീവിക്കാനായില്ല. പകരം സ്നേഹിച്ചവന്റെ കൈകൊണ്ട് മരിക്കേണ്ടി വന്നു. അതെന്റെ തെറ്റുകൊണ്ടാണ്, എന്റെ മാത്രം തെറ്റുകൊണ്ട്. എസ്തേറിന് ഈ ലോകത്ത് എന്തിനേക്കാളും വലുത് ഏഥനോടുള്ള പ്രണയം മാത്രമാണ്. ഇമ്മാനുവൽ ഏഥൻ താങ്കളെ കൊന്നവനാണ് എസ്തേർ, ജോഷുവ പറഞ്ഞതും എസ്തേർ അവന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. എന്റെ ഏഥന്റെ പേരുച്ചരിക്കാൻ പോലും നിനക്കൊന്നും അർഹതയില്ല, എസ്തേർ അലറി. നിന്റെ സാത്താനേക്കാൾ വലുതാണ് എനിക്കെന്റെ ഏഥൻ. നീ ആരാധിക്കുന്ന സാത്താൻ നിനക്കൊന്നും കൊണ്ടുവന്ന് തരികയില്ല ജോഷ. അവന് കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാൻ മരണപ്പെടില്ലായിരുന്നു. ജോഷയുടെ കഴുത്തിലെ പിടുത്തം മുറുകി. അവൻ വേദന കൊണ്ട് പുളഞ്ഞു. കാറ്റ് പള്ളിക്കകത്ത് ആഞ്ഞടിച്ചു. എസ്തേറിന്റെ ചിത്രം താഴെ വീണു. പെട്ടെന്ന് അതിന് തീപിടിച്ചു. എസ്തേർ! അന്തരീക്ഷത്തിൽ നിന്നും ഒരു ശബ്ദം കേട്ട് എല്ലാവരും ചുറ്റുനോക്കി. ഉടനെ സാത്താന്റെ രൂപത്തിൽ നിന്നും വെളിച്ചം പുറത്തേക്ക് വന്നു. അത് എസ്തേറിനെ വരിഞ്ഞു മുറുകി. എസ്തേർ തന്റെ കൈകൾ കുടഞ്ഞതും ആ വെളിച്ചം അവളുടെ ശരീരത്തിൽ നിന്ന് ചിന്നിച്ചിതറി. അവൾ ജോഷുവയെ വിട്ട് തന്റെ കൈകൾ ഉയർത്തി. അവളുടെ വിരലിലേക്ക് ചുറ്റും കാറ്റ് വട്ടമിട്ട് പറന്നു. അവൾ കൈകൾ സാത്താന്റെ രൂപത്തിന് നേരെ നീട്ടിയതും കാറ്റ് ആ രൂപത്തിന് നേരെ വീശിയടിച്ചു. എസ്തേർ, ഞാൻ നിന്റെ ദൈവമാണ്. നീ വെറുമൊരു ആത്മാവും. ആ രൂപത്തിൽ നിന്ന് വന്ന വെളിച്ചം അവളെ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. എസ്തേർ ചെന്ന് പള്ളിയുടെ ചുമരിൽ ഇടിച്ച് താഴേക്ക് വീണു. ക്യാതറിൻ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തന്റെ മോതിരവിരൽ ആ രൂപത്തിന് നേരെ നീട്ടിയതും സാത്താന്റെ വെളിച്ചം കെട്ടു. എസ്തേർ ക്യാതറിനെ നോക്കി. ജോഷുവ തന്റെ മാലയിൽ തൊട്ട് മന്ത്രങ്ങൾ ഉരുവിട്ടതും സാത്താൻ ഒരു കറുത്ത രൂപം പ്രാപിച്ച് ജോഷുവയുടെ ശരീരത്തിലേക്ക് കയറി. ജോഷുവ ഉറക്കെ ചിരിച്ചുകൊണ്ട് ക്യാതറിന് നേരെ നടന്നു. അവൻ ചെന്ന് അവളുടെ വയറിന്മേൽ കൈവച്ചതും എസ്തേർ ജോഷുവയുടെ മേലേക്ക് ചവിട്ടി. ജോഷുവ എസ്തേറിനെ നോക്കി. എസ്തേർ, നീ എന്റെ അടിമയാണ്. ഞാൻ നിന്റെ ദൈവമാണ്, നിന്റെ രാജാവ്. ഇവളുടെ വയറ്റിലുള്ള നിന്റെ ഏത്തനെ സ്വന്തമാക്കാനാണ് നീ ഇവരെ സംരക്ഷിക്കുന്നതെങ്കിൽ ഈ കുഞ്ഞ് ഈ മണ്ണ് കാണില്ല എസ്തേർ. നീ നിന്റെ ദൈവത്തെ അനുസരിക്കുക. എന്റെ ദൈവം എന്റെ ഏത്തനാണ്. പ്രണയത്തിന് ഒരു രാക്ഷസനെ മനുഷ്യനാക്കാനുള്ള കഴിവുണ്ട്. എനിക്കെന്റെ പ്രണയം വേണം. അതെനിക്ക് നഷ്ടമാകാൻ കാരണം നിങ്ങളാണ്, സാത്താനാണ്. ഞാനുള്ളപ്പോൾ നിങ്ങളിവരെ തൊടില്ല. എസ്തേർ പറഞ്ഞത് കേട്ടപ്പോൾ ജോഷുവ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ഞാൻ നിന്റെ ദൈവമാണ് എസ്തേർ. നീ വെറുമൊരാത്മാവും. ഇന്ന് നീയല്ല, ദൈവം ഇറങ്ങി വന്നാലും എന്നെ തോൽപ്പിക്കാനാകില്ല. ഈ നേരം പുലരുന്നതിന് മുൻപ് യഹൂദന്മാരുടെ ദൈവത്തിന്റെ പ്രതിരൂപമായ ഏഥനും ദൈവപുത്രനും അവരുടെ രക്തം എനിക്കായി ഒഴുക്കിയിരിക്കും. ഇന്ന് തിന്മ ഈ ലോകം ജയിക്കുവാൻ പോകുന്ന ദിവസമാണ്. അതിനാൽ നീ ഇതിനെ എതിർക്കാതിരിക്കുക. ജോഷുവ അവൾക്ക് നേരെ കൈകൾ ഉയർത്തിയതും പുറത്തേക്ക് വന്ന തീ എസ്തേറിനെ മൂടി. എസ്തേർ നിലവിളിച്ചു. ക്യാതറിൻ കരഞ്ഞുകൊണ്ട് വീണ്ടും പ്രാർത്ഥിച്ച് കൈകൾ ഉയർത്തി ആ തീയിലേക്ക് തന്റെ മോതിരവിരൽ നീട്ടിയതും ഫലമുണ്ടായില്ല. ജോഷ ചിരിച്ചുകൊണ്ട് ക്യാതറിനെ നോക്കി. അവൻ അവളുടെ മോതിരവിരലിൽ പിടിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നിന്നു. അവൾ കൈവലിച്ച് അവന് നേരെ വിരൽ നീട്ടിയതും
അതിൽ നിന്നും വന്ന ശക്തി ജോഷുവയെ തൊട്ടില്ല. എനിക്കേറെ പ്രിയപ്പെട്ട ബലിയാണ് ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങളെ ബലിയർപ്പിക്കുന്നത്. ഇവളെ പിടിച്ച് ഈ ബലിപീഠത്തിൽ കിടത്ത്, ജോഷുവ ആജ്ഞാപിച്ചു. കുറച്ചുപേർ ഓടിവന്ന് കാതറിനെ പിടിച്ച് പീഠത്തിലേക്ക് പിടിച്ചു വലിച്ചു. അരുത്! തീകോളത്തിൽ കിടന്ന് എസ്തേർ അലറി. ദൈവം മനുഷ്യനായി ജനിച്ചതെല്ലാം തിന്മകളെ അവസാനിപ്പിക്കാനാണ് മേലേക്ക്. ഭൂമിയിൽ ഭാരമായി നിൽക്കുന്ന ഇരുട്ടിന്റെ സാത്താന്റെ സന്തതികളെ ഇല്ലാതാക്കി ധർമ്മം നിലനിർത്തുക എന്നതാണ് ഓരോ വിശുദ്ധയത്തിന്റെയും ജന്മരഹസ്യം. അത് അവർ ചെയ്തില്ലെങ്കിൽ കാലം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. മേലേക്ക്, ഇമ്മാനുവലേഥൻ എസ്തറിനെ കൊന്നതുപോലെ കാലം അങ്ങേക്കായി കാത്തുവെച്ച ദിനം നാളെയാണ്. പഠിച്ച നിയമങ്ങളും ആചാരങ്ങളും സംസ്കാരങ്ങളും മന്ത്രങ്ങളും മറക്കാനുള്ളതല്ല. ഇപ്പോ അങ്ങേക്ക് മുന്നിൽ അങ്ങയുടെ രക്ഷക വെറുമൊരു പെണ്ണാണ്. ദൈവമേ, ഇനി എന്നെ രക്ഷിക്കുക അങ്ങയുടെ ചുമതലയാണ്. അവൾ നഥാന് നേരെ നോട്ടമുയർത്തി. നഥാൻ അവൾക്കു മുന്നിൽ മുട്ടുകുത്തി നിന്ന് അവളുടെ കൈകളിൽ കൈവച്ചു. നഥാന്റെ മനസ്സിലൂടെ കാതറിന്റെ വാക്കുകൾ കടന്നുപോയി. വേണ്ട! ലക്കി അവരുടെ കയ്യിൽ നിന്നും കുതറിമാറുവാൻ ശ്രമിച്ചു. അവർ കാതറിനെ ബലിപീഠത്തിലേക്ക് കിടത്തി. അവളുടെ കൈകാലുകൾ പീഠത്തിന്റെ ഓരോ മൂലയിലും കെട്ടിയിട്ടു. എസ്തേർ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു. ലക്കിയും കേറയും അക്കുവും പ്രാർത്ഥിച്ചു. ഈ മണ്ണിനെ ഇരുട്ടിലേക്കും തിന്മയിലേക്കും ഞാൻ പറഞ്ഞയക്കില്ല. നിനക്കും കുഞ്ഞിനും ഈ ഏത്തൻ കാവൽ നിൽക്കുന്നതാണ്. നഥാൻ പതിയെ കണ്ണുകൾ തുറന്നു. ദൈവം മനുഷ്യനായി ജനിച്ചതെല്ലാം തിന്മകളെ അവസാനിപ്പിക്കാനാണ് മേലേക്ക്. അങ്ങയ്ക്ക് മുന്നിൽ അങ്ങയുടെ രക്ഷക വെറുമൊരു പെണ്ണാണ്. ദൈവമേ, ഇനി എന്നെ രക്ഷിക്കുക അങ്ങയുടെ ചുമതലയാണ്. ജോഷ ഒരു കത്തിയെടുത്ത് അതിന്റെ മൂർച്ച നോക്കി. വേണ്ട! കാതറിൻ പറഞ്ഞു. ഇതാ, ഞാൻ എന്റെ ആഗ്രഹം തീർക്കുന്നു. ദൈവപുത്രന്റെ രക്തം ഞാൻ എന്റെ കൈകളിലാക്കുന്നു. അയാൾ കത്തിയെടുത്ത് കാതറിന്റെ അടിവയറിന് നേരെ ഓങ്ങിയതും ജോഷ തെറിച്ചു വീണു. എല്ലാവരും അവിടേക്ക് നോക്കി. നഥാൻ! അവൻ ചെന്ന് കാതറിന്റെ കൈകളിലെ കെട്ടഴിക്കുവാൻ ശ്രമിച്ചു. അപ്പോഴേക്കും ജോഷുവ എഴുന്നേറ്റ് വന്ന് നഥാന്റെ കൈ പിടിച്ചു. നഥാൻ അവനെ നോക്കി. ഇവർക്ക് പിന്നാലെ നിന്റെ രക്തവും ഞാൻ എടുക്കുമേഥൻ. ജോഷുവ അവനെ നോക്കി ചിരിച്ചു. നഥാൻ തന്റെ കൈമേൽ നിന്ന് ജോഷുവയുടെ കൈ പിടിച്ച് ഒറ്റ കൈകൊണ്ട് സാത്താൻ കേറിയ ജോഷുവയെ അവൻ വലിച്ചെറിഞ്ഞു. സാത്താന്റെ രൂപത്തിന്റെ മേലേക്ക് ജോഷുവ വീണു. നഥാൻ ലക്കിയെയും അക്കുവിനെയും പിടിച്ചു നിർത്തിയവരെ നോക്കി. നഥാന്റെ നോട്ടത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കുവാനാകാതെ അവർ ലക്കിയെയും അക്കുവിനെയും കേറയെയും വിട്ടു. ലക്കിയും അക്കുവും ചെന്ന് കാതറിന്റെ മേലുള്ള കെട്ടുകൾ അഴിച്ചു. നഥാൻ എസ്തേറിനെ നോക്കി. തന്റെ കൈകൾ നേരെ പിടിച്ച് കണ്ണുകളടച്ചു. നഥാന്റെ കൈകളിൽ നിന്ന് ഒരു ഗോളം പോലെ കാറ്റ് കിടന്ന് കറങ്ങി. നഥാൻ കണ്ണുകൾ തുറന്ന് കൈ വീശിയതും കാറ്റ് ചെന്ന് എസ്തേറിന്റെ മേലുള്ള തീ അണച്ചു. എസ്തേർ തന്റെ ചുറ്റും നോക്കി. നിലത്തു വീണ ജോഷ എഴുന്നേറ്റ് നഥാന് നേരെ നിന്നു. സാത്താനും ദൈവവും മുഖാമുഖം. പുറത്ത് കാറ്റ് ആഞ്ഞു വീശി ഇരുണ്ട മേഘങ്ങളിൽ നിന്ന് ഇടിയും മിന്നലും ഭൂമിയിലേക്ക് വന്നിറങ്ങി. ജോഷുവ തന്റെ കൈകൾ ഉയർത്തിയതും കറുത്ത പുക നഥാനെ ലക്ഷ്യമാക്കി നീങ്ങി. പക്ഷേ അത് നഥാൻ അടുത്തെത്തും മുൻപേ മാഞ്ഞുപോയി. ജോഷ ദേഷ്യത്തോടെ നഥാനെ നോക്കി. അവൻ കണ്ണുകൾ അടച്ച് കൈകൾ ഉയർത്തി. ചുറ്റും നിന്ന് കറുത്ത പാമ്പുകൾ ഇഴഞ്ഞു വന്നു. എല്ലാവരും പേടിയോടെ മാറി നിന്നു. അവ നഥാന്റെ ശരീരത്തിലേക്ക് ഇഴഞ്ഞുകയറി. ജോഷ കണ്ണുകൾ തുറന്നു. അവന്റെ കണ്ണുകളിൽ കറുപ്പ് കലർന്നിരുന്നു. നഥാൻ തന്റെ ശരീരത്തിലേക്ക് നോക്കിച്ചിരിച്ചു. അവൻ തന്റെ കാല് നിലത്ത് ആഞ്ഞു ചവിട്ടിയതും പാമ്പുകൾ അപ്രത്യക്ഷമായി. ഇരുണ്ട ഭൂമിയിലും ഭൂകമ്പമുണ്ടായി. എന്റെ ദൂതനായി ഞാൻ സൃഷ്ടിച്ചതാണ് നിന്നെ. നിന്റെ ദൈവവും ഞാനാകുന്നു, നഥാൻ പറഞ്ഞു. നിനക്കൊരിക്കലും എന്നോളം എത്താനാകില്ല. ഈ രാത്രി അവസാനിച്ചാൽ സൂര്യൻ ഉദിക്കുക തന്നെ ചെയ്യും. ആദിയിൽ നീ എന്നോടുള്ള അസൂയയ്ക്ക് ചെയ്തു തുടങ്ങിയ പാപവും നിന്റെ വംശവും നിന്റെ മണ്ണുമില്ലാതെയാകും. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ ജനിക്കുക തന്നെ ചെയ്യും. നിന്റെ ഒരു ശക്തികളും എന്നെ തൊടില്ല. നഥാൻ ജോഷായി നോക്കി ചിരിച്ചു. നിന്നേക്കാൾ കരുത്തനാണ് ഞാൻ. നിന്നേക്കാൾ കരുത്തൻ ഞാനാണ്. ജോഷ ഉറക്കെ ചിരിച്ചു. നീ നിന്റെ രൂപത്തിൽ സൃഷ്ടിച്ചവരെല്ലാം എന്റെ കാൽ കീഴിലാണ്. നീ ചുറ്റും നോക്കിയാൽ നിനക്ക് തന്നെ മനസ്സിലാകും. നഥാൻ ചുറ്റും നോക്കി. ഈ ഭൂമിയും ആകാശവും സർവ്വജീവനുകളെയും സൃഷ്ടിച്ചത് ഞാനാണ്. നിന്റെ ദൈവവും ഞാനാണ്. നിന്നെ സൃഷ്ടിച്ചത് എന്റെ ഈ കൈകളാണ്. അല്ല!
ജോഷുവ അലറിക്കൊണ്ട് നഥാന് നേരെ പാഞ്ഞു വന്നതും നഥാൻ അവന്റെ കാലിലും കഴുത്തിലും പിടിച്ച് കൈകൾ കൊണ്ട് അവനെ ഉയർത്തി പള്ളിയിലെ ഇരിപ്പിടങ്ങളിലേക്ക് എടുത്തെറിഞ്ഞു. ഇരുണ്ട ഭൂമിയിൽ മഴ ആർത്തലച്ചു പെയ്തു. നഥാൻ ചെന്ന് അവന്റെ കാലിൽ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നിട്ടു. നഥാൻ നോക്കിയതും സാത്താന്റെ രൂപം തകർന്നു. ജോഷുവ കൈകൾ കൊണ്ട് തന്റെ രൂപം കെട്ടിപ്പിടിച്ച് അലറിക്കരഞ്ഞു. നഥാൻ സാത്താന്റെ തകർന്ന രൂപത്തിൽ കാലുകൾ അമർത്തിഞ്ഞിരിച്ചു. ജോഷുവ വേദന കൊണ്ട് അലറിക്കരഞ്ഞു. ആ രൂപം ഞെരിഞ്ഞു പൊട്ടിയതും ജോഷുവയിൽ നിന്ന് ഒരു കറുത്ത പുക പുറത്തേക്ക് വന്ന് അതൊരു നായയുടെ രൂപം പ്രാപിച്ചു. നാവ് പുറത്തേക്കിട്ട് അത് കാതറിനെ നോക്കി കുരച്ചു. അതിന്റെ കണ്ണിൽ അവളുടെ വീർത്തു നിൽക്കുന്ന വയറായിരുന്നു. ആ നായ അവൾക്ക് നേരെ കുരച്ചുകൊണ്ട് പാഞ്ഞു വന്നതും എസ്തേർ അവൾക്ക് മുന്നിൽ നിന്നതും നഥാൻ ആ നായയുടെ കഴുത്തിൽ പിടിച്ചതും ഒരുമിച്ചായിരുന്നു. നഥാൻ അതിന്റെ കഴുത്തിൽ അമർത്തി കറക്കി ദൂരേക്കെറിഞ്ഞു. നിലത്ത് വീണ നായ എഴുന്നേറ്റ് കറുത്ത നാഗമായി മാറി. അത് നഥാന് നേരെ ഇഴഞ്ഞു വന്നു. അവനോളം വലിപ്പത്തിൽ നിന്ന് കൊത്താനാഞ്ഞതും എസ്തേർ നഥാനെ തെള്ളിമാറ്റി. എസ്തേറിന്റെ കഴുത്തിലാണ് കൊത്തുകിട്ടിയത്. ആത്മാവായതിനാൽ അവൾക്കൊന്നും പറ്റിയില്ല. പക്ഷേ തന്റെ വാലുകൊണ്ട് സാത്താൻ അവളെ ചുറ്റി വരിഞ്ഞുകൊണ്ട് കാതറിന് നേരെ ഇഴഞ്ഞു ചെന്നു. നഥാൻ തന്റെ കൈ നീട്ടിയതും നിലത്ത് കിടന്നിരുന്ന വാൾ തനിയെ ഉയർന്ന് അവന്റെ കൈയിലിരുന്നു. നഥാൻ വാൾ വീശി നാഗത്തിന്റെ പണമരിഞ്ഞിട്ടു. ഇരുണ്ട ഭൂമിയുടെ മണ്ണ് രണ്ടായി പിളർന്നു. വെള്ളം കയറി. പ്രളയത്തിൽ വീടുകൾ തകർന്നു. പുറത്തേക്ക് വന്ന കറുത്ത രൂപം അലറിക്കൊണ്ട് പുറത്തെ കാറ്റിൽ ലയിച്ചു. നഥാൻ കാതറിനെ നോക്കി ചിരിച്ചു. അവന് പിന്നിൽ ജോഷുവ കത്തിയുമെടുത്ത് എഴുന്നേറ്റ് നിന്നത് കാതറിൻ കണ്ടു. നഥാൻ! കാതറിൻ അവനെ തള്ളിമാറ്റി. തന്റെ മോതിരവിരൽ അവന് നേരെ നീട്ടിയതും അതിൽ നിന്ന് വന്ന വെളിച്ചം അവനെ തടഞ്ഞു നിർത്തി. മേലേക്ക്, ജോഷയുടെ ജീവൻ എടുക്കുക എന്നത് എന്റെ കടമയാണ്. ഇരുണ്ട ഭൂമിയുടെ അവസാനം എഴുതി വച്ചിരിക്കുന്നത് കാവൽക്കാരിൽ ജനിക്കുന്ന ആദ്യ പെൺസന്തതിയുടെ കൈയാലാണ്. ഞാൻ എന്തു വേണം മേലേക്ക്? നഥാൻ ഒരു ചിരിയിലൂടെ കാതറിന് അനുവാദം കൊടുത്തു. അവൾ ജോഷുവയെ നിലത്ത് കിടത്തി അവന്റെ അടുത്ത് മുട്ടുകുത്തി നിന്നു. കേറ്റ്! അവൻ വിളിച്ചു. എനിക്ക് നിന്റെ ഹൃദയം വേണം ജോഷ. നിന്റെ മരണം ഞാൻ എഴുതി വെച്ചതാ. എന്റെ അമ്മയെ നീ കൊന്നു. അന്ന് കൂട്ടിവെച്ച പകയുണ്ട് എനിക്ക് നിന്നോട്. അവൾ അവന്റെ നെഞ്ചിൽ തന്റെ വിരലുകൾ അമർത്തി. ഇരുണ്ട ഭൂമിയിൽ ഉരുൾപൊട്ടി. വേദന കൊണ്ട് ജോഷ അലറി വിളിച്ചു. കേറ പേടിച്ച് അക്കുവിന്റെ കൈപിടിച്ചു. കാതറിന്റെ വിരലുകൾ ജോഷുവയുടെ നെഞ്ചു പിളർന്ന് ശരീരത്തിനകത്തേക്ക് ആഴ്ന്നു. കേറ കണ്ണുകൾ അടച്ചു. ജോഷായുടെ നിലവിളി പുറത്തെ കാറ്റിൽ അലിഞ്ഞില്ലാതെയായി. കാതറിൻ അവന്റെ ഹൃദയം പറിച്ചെടുത്തു. ഇരുണ്ട ഭൂമിയിലെ സർവ്വതും പ്രളയമെടുത്തു. എല്ലാം കണ്ട് പേടിച്ച് നിന്നിരുന്ന എലീനയെ കാതറിൻ മുഖമുയർത്തി നോക്കി. അവൾ എഴുന്നേറ്റ് എലീനയ്ക്ക് നേരെ നടന്നു. കാതറിൻ! നഥാൻ അവളെ വിളിച്ചു. അവൾ നിന്നില്ല. എന്നെ ഒന്നും ചെയ്യരുത് കാതറിൻ! എലീന പറഞ്ഞതും കാതറിൻ മുഖമടച്ചൊന്നു കൊടുത്തു. കാതറിന്റെ കയ്യിലെ രക്തം അവളുടെ മുഖത്ത് പതിഞ്ഞു. ഇനി നിന്റെ സാത്താനുമില്ല, ജോഷായുമില്ല, ഇരുണ്ട ഭൂമിയുമില്ല. നിന്റെ ജീവൻ ഞാൻ ബാക്കി വെക്കുന്നതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. അത് നിന്നെയോ ആൽവിനെയോ ഓർത്തിട്ടല്ല. നീ ഗർഭിണിയായതുകൊണ്ട് മാത്രമാ. ഈ കുഞ്ഞിന്റെ അച്ഛനെ കൊലയ്ക്ക് കൊടുത്തത് നീയാ. അതോർത്ത് ഈ ജീവിതകാലം മുഴുവൻ നിനക്ക് കരയാം. നീ ചെയ്ത പാപങ്ങൾക്ക് മരണം നിനക്ക് ശിക്ഷയേ അല്ല, നീ അനുഭവിച്ചു തീർക്കണമത്. കാതറിൻ തിരിഞ്ഞ് നഥാനെ നോക്കി കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്നവനെ കെട്ടിപ്പിടിച്ചു. എല്ലാം അവസാനിച്ചു നഥാൻ. നമ്മുടെ ശത്രുക്കളെല്ലാം ഇല്ലാതെയായി. പക്ഷേ അറിയാം, നിനക്ക് തിരിച്ചു പോകണം. നിന്റെ പപ്പയുടെ വാക്ക് തെറ്റിച്ചതിനുള്ള ശിക്ഷ. നിന്റെ ദൈവം ഞാനാണ് കാതറിൻ. ഏതെന്റെ വാക്കിനപ്പുറം നിനക്കൊന്നുമില്ല. പോകരുത്, ഞാൻ വിടില്ല. എനിക്ക് നിന്നെ വേണം. കാതറിൻ മൂളി. കാതറിൻ അവനെ വിട്ട് എസ്തേറിനെ നോക്കി. നഥാനും രണ്ടുപേരും അവളെ നോക്കി കൈകൂപ്പി. അരുത്, നിങ്ങളെ രക്ഷിക്കുക എന്റെ കടമയായിരുന്നു. എനിക്ക് പുനർജനിക്കണമെങ്കിൽ ഒരു നന്മയെങ്കിലും ചെയ്യണം. അത് ഞാൻ ചെയ്തു. ഇനി എനിക്ക് പുനർജനിക്കാം. ഞാൻ വരും. എനിക്ക് എന്റെ ഇമ്മാനുവലിനെ തരണം. എസ്തേർ അവർക്ക് മുന്നിൽ കൈകൂപ്പി. എനിക്ക് പോകാൻ സമയമായിരിക്കുന്നു. എല്ലാവരും നോക്കി നിൽക്കെ എസ്തേർ മാഞ്ഞുപോയി. അക്കുവും ലക്കിയും വന്ന് നഥാനെ കെട്ടിപ്പിടിച്ചു. കേറ കാതറിനെയും. പിറ്റേന്ന് നേരം പുലർന്നത്
ഇരുണ്ട ഭൂമിയിൽ വെളിച്ചമിറങ്ങിക്കൊണ്ടാണ്. ഇരുണ്ട ഭൂമിയുടെ പതനം ആ നാട്ടിലുള്ളവർ ആഘോഷിച്ചു. കാലക്രമേണ ഏതൻ ഗാർഡനിലെ പള്ളി ക്രിസ്ത്യൻ പള്ളിയായതിനാൽ ക്രിസ്തീയ ആചാരങ്ങളോടെ പുതിയ പള്ളിയായി ആരാധന തുടങ്ങി. കാതറിന്റെ ഡെലിവറിയുടെ കാര്യങ്ങൾക്കായി ഏതൻ ഗാർഡൻ അടച്ച് അവരെല്ലാം നാട്ടിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ ഒരു ഡിസംബർ മാസം. ഹാപ്പി ക്രിസ്മസ്! അക്കുവും ലക്കിയും കേറയും കേക്ക് കൊണ്ട് കാതറിനെ അഡ്മിറ്റ് ചെയ്ത റൂമിലെത്തി. ഇതുവരെയുള്ള ക്രിസ്മസ് എല്ലാം നടുറോഡിൽ വെള്ളമടിച്ച് ആഘോഷിച്ചിരുന്ന ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് നഥാൻ ഡാനിയൽ ഏതന് ഇത്തവണ ഭാര്യയുടെ ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിലാക്കി തന്ന ദൈവമേ! ലക്കി അറിഞ്ഞു വിളിച്ചു. തരാട്ടാ, ഞങ്ങൾ കുടിച്ചു തീർക്കേണ്ട ബിയർ കുപ്പികളെ, വോഡ്ക കുപ്പികളെ, ടച്ചിങ്സുകളെ, ഞങ്ങളോട് ക്ഷമിക്കുവീൻ. നിന്ന് കഥാപ്രസംഗം നടത്താതെ കേക്ക് മുറിക്ക്, കാതറിൻ പറഞ്ഞു. മകനെ ജൂനിയർ ഏത്തൻ, നിന്റെ അമ്മ ഇപ്പോഴേ നല്ല ഷുഗർ കഴിക്കുന്നുണ്ട്. നീയൊരു പഞ്ചാരക്കുട്ടനാകുവോ? അക്കു ചോദിച്ചു. മതിയടാ, നഥാൻ ചിരിച്ചു. കേക്ക് നിങ്ങൾ തന്നെ മുറിക്ക്, കേറ പറഞ്ഞു. നഥാനും കാതറിനും കൂടെ കേക്ക് മുറിച്ചു. നഥാൻ ഒരു പീസ് എടുത്ത് കാതറിന് കൊടുത്തു. ഹാപ്പി ക്രിസ്മസ്, അവൻ പറഞ്ഞു. ഹാപ്പി ക്രിസ്മസ്, അവൾ തിരിച്ചു പറഞ്ഞു. കേക്ക് മുറിച്ച് എല്ലാവരും സംസാരിക്കുന്നതിനിടയിൽ കാതറിന് എന്തോ അസ്വസ്ഥത തോന്നി. നഥാൻ, അവൾ വിളിച്ചു. എന്തേ? എനിക്ക് വേദന വരുന്നുണ്ട്. ലേബർ റൂമിന്റെ മുന്നിൽ എല്ലാവരും കാത്തുനിന്നു. നഥാൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. റോഡിലെങ്ങും ലൈറ്റുകൾ തെളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. കരോൾ ഗാനങ്ങൾ പാടി റോഡിലൂടെ ഓരോ സംഘങ്ങൾ പോകുന്നത് നഥാൻ കണ്ടു. അകത്തുനിന്ന് കാതറിന്റെ കരച്ചിൽ വേറെ ആരും കേട്ടില്ലെങ്കിലും നഥാന് കേൾക്കാമായിരുന്നു. അവൻ കണ്ണുകൾ അടച്ചു. കുറച്ചു കഴിഞ്ഞ് അവൻ കണ്ണുകൾ തുറന്നു ചിരിച്ചു. ഡോർ തുറന്ന് നേഴ്സ് വന്നു. കാതറിൻ പ്രസവിച്ചു, ആൺകുട്ടിയാ. കുറച്ചു കഴിഞ്ഞ് കുഞ്ഞിനെ നേഴ്സ് പുറത്തേക്ക് കൊണ്ടുവന്നു. നഥാൻ തന്റെ മകനെ നേഴ്സിന്റെ കയ്യിൽ നിന്നും വാങ്ങി. മകന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ ഓർമ്മ വന്നത് തന്റെ മാതാപിതാക്കളെയായിരുന്നു. ഒരുപക്ഷെ എല്ലാം അവസാനിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് പകരം എന്റെ മോൻ. നഥാൻ തന്റെ കുഞ്ഞിന്റെ നെറ്റിയിൽ ചുംബിച്ചു. നഥാ, സംഗതി നമ്മുടെ വിശ്വാസങ്ങൾ കുറച്ച് അന്തരം ഉണ്ടെങ്കിലും ഇന്ന് ക്രിസ്മസ് അല്ലേ, അപ്പോ ഇവൻ ദൈവപുത്രൻ തന്നെ. ഈ ലോകം മൊത്തം നിന്റെ മകന്റെ ജന്മം ആഘോഷിക്കുക, അക്കു അവനെ നോക്കി പറഞ്ഞു. കാതറിനെ റൂമിലേക്ക് മാറ്റിയപ്പോൾ എല്ലാവരും റൂമിലേക്ക് ചെന്നു. അതെ, കുഞ്ഞിന് പേര് കണ്ടെത്തണ്ടേ? കേറ ചോദിച്ചു. അതൊക്കെ കണ്ടെത്തി ഞങ്ങൾ, കാതറിൻ പറഞ്ഞു. എന്താ? ലക്കി ചോദിച്ചു. കാതറിൻ നഥാനെ നോക്കി. ദാവീദ്, ദാവീദ് നഥാൻ ഏഥൻ.